ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ചില പുതിയ അവസരങ്ങൾ വരുന്നു എന്നുള്ള ഒരു ന്യൂസ് കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ ശരിയാണ്. പക്ഷെ മുഴുവൻ ഇന്ത്യക്കാർക്കും ഓസ്ട്രേലിയയിൽ ജോലി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല കേട്ടോ. ചില യൂട്യൂബേഴ്സ് ഇന്ത്യൻ വർക്കേഴ്സിനെ കൂട്ടമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ കേരളവുമായിട്ട് എന്തോ കൊളാബറേഷനിൽ എന്തോ ഒരു ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. 26-27 ഓസ്ട്രേലിയയുടെ അപ്ഡേറ്റ് പ്രകാരം 1,80,000 പ്ലേസസ് ആണ് മൈഗ്രേഷന് വേണ്ടി ഓസ്ട്രേലിയ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അപ്ഡേറ്റിൽ പെട്ടാണ് കേരളത്തിൽ നിന്ന് കുറേ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത അവിടെ പരക്കുന്നത്. ഇപ്പം തന്നെ സ്കിൽഡ് മൈഗ്രേഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ PR എടുത്ത് അങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അവർക്കെല്ലാം ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഓസ്ട്രേലിയയിലെ ജനസംഖ്യ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പുതിയ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പല സ്ഥലങ്ങളിലും ഇവിടെ ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ അവരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പോളിസി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നത്. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എംപ്ലോയർ സ്പോൺസർഷിപ്പ് ഇപ്പോഴും കിട്ടും. 482 വിസ, അതാണ് ഈ എംപ്ലോയർ സ്പോൺസർഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വിസ. അപ്പം അത്തരത്തിൽ ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് 1-2 വർഷം കഴിയുമ്പോൾ അവിടുത്തെ PR എടുക്കാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. അത് കൂടാതെയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് നഴ്സസ്, ഏജ്ഡ് കെയർ, അതുപോലെ പേഴ്സണൽ കെയർ വർക്കേഴ്സ്, ഇവർക്കാണ് മുൻഗണനയുള്ളത്. അപ്പോൾ കേരളവുമായിട്ട് ഒരു ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്നിവിടെ കേൾക്കുന്നുണ്ട്. അത് ചെയ്തോ എന്നും അറിയില്ല. എന്തായാലും ഇമിഗ്രേഷന്റെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. അതിന് കാരണം ഓസ്ട്രേലിയയിൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചുകൂടി ലാവിഷായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഓസ്ട്രേലിയ നടത്താൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് ഇനീഷ്യേറ്റീവ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ജോലികൾക്കും വിസ സ്പോൺസർഷിപ്പ് ഉറപ്പില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഓക്യുപ്പേഷൻ, എംപ്ലോയർ റിക്വയർമെന്റ്സ് എന്നിവ അനുസരിച്ചായിരിക്കും PR കിട്ടുന്നത്. അപ്പം ഒരു ജോലി കിട്ടിയാൽ അവിടെ ചെന്ന് PR കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിലവിലുള്ള ജോലി രാജിവെച്ച് ഒരിക്കലും ആരും അങ്ങോട്ട് പോകരുത്. ഒരു ലോങ് ലീവ് ഒക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. തിരിച്ചു വന്നാലും നമുക്കിവിടെ ജോലി വേണമല്ലോ. യൂസ്ഫുൾ ലിങ്ക്സ് ഇതൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. അതായത് ഇപ്പോൾ കേൾക്കുന്നത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കിവിടെ അറിയില്ല. പൂർണ്ണമായിട്ട് നിങ്ങൾ ഏജൻസികളെ ഒന്നും വിശ്വസിക്കരുത്. ഏജൻസികൾ ഇപ്പോഴേ തന്നെ അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പണം ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. ഈ ഏജന്റ് മാര രജിസ്റ്റേർഡ് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യുക. ഞാൻ ആ മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിനെ എങ്ങനെ കണ്ടെത്താമെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ മാര എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിലെത്താം. അവിടെ ഈ ഏജന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പണമൊക്കെ കൊടുക്കാവൂ കേട്ടോ. അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ഏജന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും, പൈസ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ക്യാഷൊക്കെ കൊടുക്കാനായിട്ട്. അതല്ല, നിങ്ങൾക്ക് അവിടെയുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. സ്പോൺസർഷിപ്പ് ജോബ്സ് ഇപ്പോഴും ലഭ്യമാണ്. 482 വിസ കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയാലും നിങ്ങൾക്ക് കുറച്ച് നാൾ അവിടെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് PR എടുക്കാം. നിങ്ങളുടെ ഫാമിലി സഹിതം അങ്ങോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ വരാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ വീണ്ടും ഉള്ള സ്കിൽസൊക്കെ ചേർത്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ അത്യാവശ്യമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എംപ്ലോയറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. നമുക്ക് അത് പോസിറ്റീവായോ നെഗറ്റീവായോ എന്ത് വേണമെങ്കിലും റിസൾട്ട് കിട്ടട്ടെ. എംപ്ലോയറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. എനിക്ക് ജോലി ആവശ്യമുണ്ട്, എൻ്റെ പേഴ്സണൽ സ്കിൽസ് അവരുടെ സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചു നോക്കുക കേട്ടോ. ചിലപ്പോൾ അതിന് പോസിറ്റീവ് റിപ്ലൈ ഉണ്ടായാലോ. നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലിയോട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഉള്ള ആളുകൾ ലിങ്ക്ഡിനിലുണ്ടോ എന്ന് നോക്കുക. അവരുമായിട്ട് ചാറ്റ് ചെയ്യുക, അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, റെഫറൻസ് കിട്ടാനായിട്ട് നോക്കുക. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ റിമോട്ട് ഏരിയയിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത്. പക്ഷെ കുറച്ച് നാൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല്, അതുപോലെ തന്നെ നിങ്ങളുടെ CV, കവർ ലെറ്റർ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുക. നിങ്ങളുടെ യോഗ്യതകളൊക്കെ കറക്റ്റ് ചെയ്യുക, സ്കിൽസൊക്കെ കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ആ രീതിയിൽ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഒരുപാട് പേർക്ക് അവിടെ ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ആ വിശേഷവുമായിട്ട് കാണുന്നവരെ see you. Bye.